ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊന്നീസ് ഗാർഡനിലോട്ട് സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി ഹൈഡ്രാഞ്ചിൻ്റെ കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് അധികം ഉയരം വെക്കാതെ തന്നെ നമുക്ക് ചെറിയ കുറ്റിയായ രീതിയിൽ വളർത്തിയിട്ട് നിറയെ പൂക്കൾ വിരിയുന്ന ഇതേ സൈസിൽ നമുക്ക് പൂക്കൾ വിരിയുന്ന ഹൈഡ്രാഞ്ചിയാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. 5 വെറൈറ്റീസ് കളറാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. നമുക്ക് ഇതേപോലെ സിറ്റ് ഔട്ടിലും മുറ്റത്തും ഒക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. നമുക്ക് ഇതേപോലെ ചെറിയ ഒരു അത്യാവശ്യം ഇച്ചിരി വലിയ പോട്ടിലൊക്കെ ഇതേപോലെ ഒരു തൈ വെച്ചാൽ തന്നെ നമുക്ക് നിറയെ പൂക്കൾ വിരിയുന്ന ഹൈഡ്രാഞ്ചിയാണ് കേട്ടോ. 5 കളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 270 രൂപയാണ്. നമ്മൾ മാക്സിമം വില കുറച്ചിട്ടാണ് നമ്മൾ ഹൈഡ്രാഞ്ചിക്കൊക്കെ വില ഇട്ടിട്ടുള്ളത്. നിങ്ങൾ അത് ആരും മിസ് ചെയ്യാതെ തന്നെ വേഗം എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് മേടിക്കാൻ ശ്രമിക്കുക. നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഹൈഡ്രാഞ്ചി പ്ലാന്റ്. നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇത്. നമുക്ക് മാസത്തിൽ 1-2 വട്ടമൊക്കെ ഇതിൻ്റെ ചോട് നല്ലപോലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി നല്ല വളമൊക്കെ ഇട്ട് കൊടുത്താൽ പൂക്കൾ തിക്കോട് കൂടി ഉണ്ടാവുന്നൊരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഹൈഡ്രാഞ്ചിയ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. അടുത്ത നമ്മുടെ അച്ചീവ്മെൻറ്റ്സിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ. 10 കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ 10 കളറിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 400 രൂപയാണ്. നമുക്ക് ഇൻഡോറിലും വിൻഡോൻ്റെ സൈഡിലൊക്കെ നല്ല പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് കേട്ടോ. നമുക്ക് ഇതിന് മറ്റുള്ള പ്ലാന്റുകളെ പോലെ അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. 1-2-3 ദിവസം കൂടുമ്പോൾ നനവനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്. അതുതന്നെ നമുക്ക് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ഒരു പോട്ട് തന്നെ നമുക്കിത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒരു കിഴങ്ങാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു തണ്ട് നശിച്ചാൽ പോലും നമുക്ക് ആ കിഴങ്ങിൽ നിന്ന് പിന്നെയും പുതിയ പുതിയ തൈകൾ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു വട്ടം നട്ട് കഴിഞ്ഞാൽ തന്നെ ഈ പ്ലാന്റ് ഒരിക്കലും നശിച്ചു പോവില്ല. പിന്നെ ഇതിൻ്റെ പൂക്കളുടെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഇതാണ്. നമ്മൾ ഡബിൾ പെറ്റലും സിംഗിൾ പെറ്റലും കൊടുക്കുന്നുണ്ട്. ഡബിൾ പെറ്റലായതുകൊണ്ടാണ് നമ്മൾ 400 രൂപയ്ക്ക് കൊടുക്കുന്നത്. നിറയെ പൂക്കൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അച്ചീവ്മെൻറ്റ്സ്. അടുത്ത നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് കേട്ടോ. ക്രിസ്മസ് കാറ്റസിൻ്റെ വേറൊരു വെറൈറ്റി കളറും അതുപോലെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പൂക്കളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു 12 കളേഴ്സാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇതേപോലെ ഒരു പോട്ടിലൊക്കെ വിൻഡോൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ വളർത്തിയെടുത്തിട്ട് നല്ല ലൈറ്റ് കിട്ടുന്ന സ്ഥലത്തൊക്കെ വെച്ചാൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ്. ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. പിന്നെ ഇതിനും അച്ചീവ്മെൻറ്റ്സിനെ പോലെ നമുക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. നനവനുസരിച്ച് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു പോട്ട് മിക്സ് എന്ന് പറഞ്ഞത് മണ്ണ്, മണൽ, ചകിരിച്ചോറ്, ചാണകപ്പൊടിയും കൂടെ മിക്സ് ആക്കിയാൽ മതി. മണ്ണ് പേരിന് മാത്രം മതി. ഏറ്റവും കൂടുതൽ വേണ്ടത് ചകിരിച്ചോറാണ്. ഈ ചകിരിച്ചോറ് ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇതിൻ്റെ അടിയിലൊരു ഈർപ്പം ഇരിക്കുന്നതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്ന് പറയുമ്പോൾ 1-2 ഒരു വട്ടം ഒക്കെ മതി വളം ഇട്ട് കൊടുത്താൽ മാത്രം മതി. നിറയെ പൂക്കളും വിരിയും. പിന്നെ ഇപ്പം നമുക്ക് നടുകയാണെങ്കിൽ നമുക്ക് ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നിറയെ പൂക്കൾ വിരിയും കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റാണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ്. 12 കളറാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ജിഫി സൈസ് പ്ലാന്റാണ് നമ്മൾ അയക്കുന്നത്. നമ്മുടെ കയ്യിൽ ഈ പ്ലാന്റ് കിട്ടുമ്പോൾ നമ്മൾ നടുമ്പോൾ ഈ ജിഫി കവർ പൊട്ടിച്ചിട്ട് വേണം നിങ്ങൾ നടാൻ. അത് പ്രത്യേകം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇതിന് നമുക്ക് എന്താ പറയുക, ഔട്ട്ഡോർ പുറത്തൊക്കെ വെക്കുകയാണെങ്കിൽ അധികം വെയിൽ കിട്ടാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാം. ഇൻഡോറിലാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള പോട്ടിലൊക്കെ ഇതേപോലെ വിൻഡോൻ്റെ സൈഡിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റാണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ്.